തളാപ്പ് ടെമ്പിൾ ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ കുടുംബ സംഗമവും DCC ട്രഷററായി നിയമിതനായ കെ പ്രമോദിന് സ്വീകരണവും സംഘടിപ്പിച്ചു. എക്സോറ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഗമം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയെ മുഴുവെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ ഭരണഘടന ഇല്ലാതാക്കുന്നുള്ളതാണ് നരേന്ദ്രമോദി ഇത്തവണ മത്സരിക്കുമ്പോൾ പറഞ്ഞത് 400 സീറ്റ് ലഭിച്ചാൽ BJPക്ക് 400 സീറ്റ് ലഭിക്കും. 400 സീറ്റ് BJPക്ക് ഒറ്റയ്ക്ക് ലഭിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. മനസ്സിലാക്കണം, ഇന്ത്യയുടെ ഭരണഘടന ലോക രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ എല്ലാ രാജ്യത്തിലെ ജനങ്ങളുടെ എല്ലാ മൗലിക അവകാശങ്ങളും അതിന് കൃത്യമായി വിഭാവന ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് എല്ലാ രീതിയിലുള്ള നമ്മുടേതായ എല്ലാ സ്വാതന്ത്ര്യവും ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് മൗലിക അവകാശങ്ങൾ കൃത്യമായി അവിടെ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റ് മണ്ഡലം UDF ചെയർമാൻ MK അമർനാഥ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പറും കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയറുമായ TO മോഹനൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KPCCയുടെ ആഹ്വാനമനുസരിച്ചാണ് മഹാത്മാ കുടുംബ സംഗമങ്ങൾ നടന്നത്. അതൊരു അനിവാര്യതയാണ്. മഹാത്മാ കുടുംബ സംഗമം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ട് വിളിക്കുന്നത് എന്ന സംശയം ആദ്യഘട്ടത്തിലൊക്കെ പലരും ഉന്നയിച്ചിരുന്നു. കുടുംബ സംഗമങ്ങൾ ഒരുപാട് നടത്താറുണ്ട്. പിന്നെ മഹാത്മാ കുടുംബ സംഗമം നമുക്കെല്ലാം അറിയാം. മഹാത്മാഗാന്ധി വെടിവെച്ച് മരിക്കുന്നത് 1948 ജനുവരി മാസം 30-ാം തീയതി. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. 77 വർഷത്തോളം പിന്നിട്ടു. പക്ഷെ മഹാത്മാഗാന്ധി 48-ൽ കൊല്ലപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ മഹാത്മാഗാന്ധി ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയെന്നതാണ്. KPCC മെമ്പർ അമൃത രാമകൃഷ്ണൻ, കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാഹുൽ കായക്കൽ, കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ്, ജവഹർ ബാൽമഞ്ച് കണ്ണൂർ ബ്ലോക്ക് ചെയർമാൻ KN ബിന്ദു പയ്യാമ്പല, ബൂത്ത് പ്രസിഡന്റ് സലീഷ് OK, റിട്ടയർഡ് AEO TOV ശങ്കരൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയായി നിയമിതനായ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് OK സലീഷിനെ ചടങ്ങിൽ അനുമോദിച്ചു.